നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ധനം നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക? അതായത് ഒരു മാനസിക പരിവർത്തനം സംഭവിപ്പിക്കുന്നതിലൂടെ കൂടുതൽ സമ്പത്ത് ആർജിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതിലൂടെ നമ്മുടെ സാമ്പത്തിക ബാധ്യതകളെ എങ്ങനെയാണ് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മറികടക്കാൻ സാധിക്കുക എന്നുള്ള ഒരു വീഡിയോ സീരീസിലൂടെയുള്ള യാത്രയാണ്. അതിനുവേണ്ടിയുള്ള ധാരാളം മാർഗ്ഗങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞു, അല്ലേ? പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട, അതായത് ഈ ഒരു അവസ്ഥയിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, എന്നാൽ അധികമാരും പറയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ വളരെ അസ്വസ്ഥാജനകമായിട്ടുള്ള അവസ്ഥയിലൂടെ ആയിരിക്കും പലപ്പോഴും കടന്നു പോകേണ്ടി വരിക. പലപ്പോഴും വ്യക്തികളിൽ നിന്നും അതുപോലെ മറ്റ് സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെയുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ഇതെല്ലാം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത സൃഷ്ടിക്കാറുമുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇതുപോലെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന മാനസിക അവസ്ഥ വ്യക്തികളിൽ ഉള്ളിടത്തോളം കാലം അവിടെ മെഡിറ്റേഷനോ അഫർമേഷനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളോ ഒന്നും കാര്യമായിട്ടുള്ള ഫലപ്രാപ്തിയിൽ എത്തിച്ചേരാൻ സാധ്യതയില്ല എന്നുള്ളത്. പലരും പറയാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിന് ശ്രദ്ധ കിട്ടുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ വിഷ്വലൈസേഷന് വേണ്ടിയിരിക്കുന്ന സമയത്ത് മനസ്സിൽ പ്രതികൂലാത്മകമായിട്ടുള്ള ചിന്തകൾ ധാരാളമായിട്ട് കടന്നു വരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനും സാധിക്കുന്നില്ല എന്നില്ല. എന്താണ് ഇതിനെല്ലാം കാരണം? സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സന്തോഷവും സങ്കടവും സമാധാനവും എല്ലാം ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില കെമിക്കൽസുമായിട്ട്, ചില രാസവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് സന്തോഷം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഡോപ്പാമിൻ, സെറാട്ടോണിൻ ഇങ്ങനെയൊക്കെയുള്ള ചില രാസവസ്തുക്കൾ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിലൂടെ നമ്മുടെ സന്തോഷം കൂടുതൽ അധികരിക്കും. അതുപോലെ തന്നെ ഭയം, ദുഃഖം തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനാനുപാതികമായിട്ടുള്ള രാസവസ്തുക്കളും ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. സ്വാഭാവികമായിട്ടും ഈ പ്രതികൂലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ ബ്രെയിനിൽ ഏത് വിധത്തിലുള്ള രാസവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും കൂടുതൽ സങ്കടങ്ങളിലേക്കും കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളിലേക്കും ഒക്കെ നയിക്കാൻ പാകത്തിനുള്ള ആ വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതികൂലാത്മകമായിട്ടുള്ള കെമിക്കൽസും ഹോർമോൺസും ഒക്കെ ആയിരിക്കും ഈ അവസ്ഥയിൽ നിങ്ങളുടെ ബ്രെയിനിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഒരു കുറവ് വരുത്താതെ, ഇതിനൊരു അയവ് വരുത്താതെ നമ്മൾ മറ്റെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിന് അയവ് വരുത്താൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇതിന് അയവ് വരുത്താൻ, അതുപോലെ പ്രചോദനാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസും കെമിക്കൽസും ഒക്കെ ഉൽപ്പാദിപ്പിക്കാനും എല്ലാം നമുക്ക് മെഡിറ്റേഷൻ, അഫർമേഷൻ ഇതെല്ലാം വളരെയധികം ഉപകരിക്കും. എന്നാൽ ഈ വിധത്തിലുള്ള ഒരു രാസഘടനയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ ബ്രെയിനിനെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധാരണ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും ഉത്തമമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വ്യായാമം ചെയ്യുക എന്ന് പറയുമ്പോൾ ദിവസത്തിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 10 മിനിറ്റ് നമ്മളതിനു വേണ്ടി മാറ്റിവെച്ചാൽ മതിയാകും. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടാകും, വളരെയധികം അത്യധ്വാനം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് വ്യായാമം? അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ വല്ലാതെ മെലിഞ്ഞിട്ടല്ലേ, ഇനിയും വ്യായാമം ചെയ്താൽ എന്താകും എൻ്റെ അവസ്ഥ? ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? അവിടെയാണ് അതിൻ്റെ ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വ്യായാമം ചെയ്യുന്നത് മെലിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ മാത്രമല്ല, മറിച്ച് മാനസികമായിട്ടുള്ള ആരോഗ്യം, മാനസികമായിട്ടുള്ള ആനന്ദം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാനും തീർച്ചയായിട്ടും വ്യായാമത്തിലൂടെ സാധിക്കും. അതായത് വ്യായാമം ചെയ്യുന്നതിലൂടെയും നമ്മൾ പോലും അറിയാതെ ബ്രെയിനിൽ ഈ പറഞ്ഞ നമുക്ക് അനുകൂലമായിട്ടുള്ള ചില ഹോർമോൺസ്, ചില കെമിക്കൽസ്, എൻഡോർഫിൻ എന്നൊക്കെ പറയുന്ന വിധത്തിൽ ചില കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു ശാന്തതയിലേക്കും സമാധാനത്തിലേക്കുമെല്ലാം തീർച്ചയായിട്ടും നിങ്ങളെ നയിക്കും. അത്ഭുതകരമായ വിധത്തിൽ വളരെ വേഗം തന്നെ സ്വാഭാവികമായ നിലയിലേക്ക് എത്തിച്ചേരാൻ ഇത് സഹായിക്കും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുന്നതിലൂടെ ഇപ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഓഫീസിൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടന്നിട്ടാണ് എൻ്റെ ജോലികൾക്ക് പോകുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന അത്യധികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ക്ലേശം അനുഭവിച്ചുകൊണ്ടാണ് ഇനിയും ഞാൻ എന്തിന് വ്യായാമം ചെയ്യണമെന്നുള്ളത്. ഇവിടെയാണ് നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള, അല്ലെങ്കിൽ മനസ്സും കാഴ്ചപ്പാടുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. നോക്ക്, നമ്മൾ ഒരുപാട് നടന്നിട്ടായിരിക്കും, ഓടിയിട്ടായിരിക്കും ഓഫീസിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. പക്ഷേ ആ ഓട്ടത്തെ, അല്ലെങ്കിൽ ആ ഒരു തത്രപ്പാടിനെ മനസ്സുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ മറ്റ് ജോലികൾ ചെയ്യുമ്പോഴും, ശരീരമനങ്ങിയുള്ള അത്യധ്വാനങ്ങൾ ചെയ്യുന്ന സമയത്തും അതിനെ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും ആസ്വദിച്ച് പൂർണ്ണമായ സന്തോഷത്തോടു കൂടി ചെയ്യാൻ എത്ര പേർക്ക് സാധിക്കും? സാധ്യമല്ല, സാധാരണഗതിയിൽ സാധ്യമല്ല. ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാൻ. ഇതായിരിക്കും മനസ്സിൽ. പക്ഷേ വ്യായാമത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. വ്യായാമത്തെ നമ്മൾ പൂർണ്ണമായും മനസ്സുകൊണ്ട് ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു ബാധ്യതയായിട്ടല്ല ചെയ്യുന്നത്. ഇനി അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്കത് ബാധ്യതയാകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിലും ഭേദം ചെയ്യാതിരിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ആനുപാതികമായിട്ടുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ച് ചെയ്യാൻ പറ്റിയാൽ, ജിം സ്യൂട്ടൊക്കെ ഉണ്ടോ, ഒരുപാട് വലിയ വിലയൊന്നും കൊടുക്കേണ്ടതില്ല. ആ വിധത്തിലുള്ള, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ധരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യായാമത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ഒരു വസ്ത്രധാരണം കൂടിയായാലോ അതിൻ്റെ ഇഫക്റ്റ് ഒരു 10 മടങ്ങായിരിക്കും, അല്ലെങ്കിൽ ഇരട്ടിയെങ്കിലും ആയിട്ട് തീരും. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്ത് വ്യായാമമാണ് ചെയ്യേണ്ടത്? നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യായാമങ്ങളുണ്ട്. അതിൽ നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ സാഹചര്യം തുടങ്ങിയവയ്ക്ക് അനുകൂലമായിട്ടുള്ള വ്യായാമങ്ങളെ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം, അത് ചെയ്യാം. അതുപോലെ ശാരീരികമായിട്ട് ഏതെങ്കിലും അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, കാർഡിയാക് ഇഷ്യൂ, പ്രഗ്നൻസി അസ്വസ്ഥത എന്നല്ല ഞാൻ പറയുന്നത്, എന്തായാലും വ്യത്യസ്തമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതികൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. അതിനുവേണ്ടി നമുക്ക് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്നൊക്കെയുള്ള വളരെ ലഘു വ്യായാമങ്ങളുണ്ട്. നേരത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐ ബോക്സിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് പങ്കുവയ്ക്കാം. അതൊന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ വ്യായാമം കൂടി ചെയ്യുന്നതിലൂടെ നമ്മൾ വിഷ്വലൈസേഷനും മെഡിറ്റേഷനും അഫർമേഷനും സ്ക്രിപ്റ്റിങ്ങും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം ഒരു മിനിമം 10 മിനിറ്റ് 20 മിനിറ്റൊക്കെ ചെയ്യാൻ പറ്റിയാൽ ഗംഭീരം. വ്യായാമം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും ഈ അവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്നുള്ള ഒരു നല്ല മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ സംഭവിക്കും. ഇനി ഇതുകൂടാതെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള വ്യായാമങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് എങ്കിൽ അത് തന്നെ തുടരാം. അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.